നാരായണ 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 നാരായണ. ഒരു ദിവസം ഗർഗമഹർഷി വെളുപ്പാങ്കാലത്ത് നന്ദഗൃഹത്തിൽ വന്നു. നന്ദഗോപര് സ്വാഗതം ചെയ്തിരുത്തി. ഇവിടെ വസുദേവന്റെ ഒരു മകൻ, അതായത് രോഹിണിയുടെ മകൻ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. പേരിട എന്ന കർമ്മം ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങാണല്ലോ യാദവന്മാരുടെ പുരോഹിതൻ. അപ്പോ ഈ വസുദേവന്റെ മകന് പേരിടാൻ അവകാശപ്പെട്ട ആള് അങ്ങാണ്. ഇന്നിപ്പോ മുഹൂർത്തമുണ്ടെങ്കിൽ ആ കർമ്മം അങ്ങോട്ട് നിർവഹിക്കാം. എന്റെ മകന്റെ പേരിടലും അങ്ങ് തന്നെ നിർവഹിച്ച പോരായൊന്നുമില്ല. ഗർഗമഹർഷി പറഞ്ഞു, പേരിടാന്നുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ ഇവിടെ എന്നും തിരക്കാ. അങ്ങനെയായ വയ്യ. ഞാൻ ഇവിടെ വന്ന് വസുദേവന്റെ മകന് പേരിട്ടു എന്നൊക്കെ 4 പേരറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് കംസന്റെ ചെവിയിലെത്തും. പിന്നെ വേണ്ടാത്ത അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് വേണം, ആരും അറിയണ്ട. അത് നന്ദഗോപര് സമ്മതിച്ചു. ആരും അറിയണ്ട. വെളുപ്പംകാലത്ത് തന്നെ, പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. ആദ്യം രോഹിണിയുടെ മകനെ അങ്ങോട്ട് മേടിച്ചു. ഗർഗമഹർഷി മടിയിലിരുത്തി. രാമ രാമ എന്നൊരു 3 പ്രാവശ്യം ആ ചെവിയിൽ വിളിച്ചു. തിരിച്ച് നന്ദഗോപരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ ഔപചാരികമായിട്ട് രാമന് പേരിട്ടു എന്നേ ഉള്ളൂ. ഭാവിയിൽ ഇദ്ദേഹം നല്ല ബലമുള്ള ആളാവും. അതുകൊണ്ട് ആളുകൾ ബലൻ എന്ന് വിളിക്കും. 2 പേരും കൂടി കൂട്ടിച്ചേർത്ത് ബലരാമൻ എന്ന് വിളിച്ചു എന്ന് വരാം. പിന്നെ നല്ല ഭദ്രനാണ് ആള്, അതുകൊണ്ട് ബലഭദ്രൻ എന്നും ആളുകൾ വിളിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് യശോദയുടെ മകനെ മേടിച്ചു, മടിയിലിരുത്തി. ഗർഗമഹർഷിക്ക് അറിയാം ആരാണ് ഈ മടിയിലിരിക്കുന്നത് എന്ന്. ഇദ്ദേഹത്തിന് പേരനവധിയുണ്ട്. സഹസ്രനാമം മുഴുവനും ഇദ്ദേഹത്തിന്റെ വകയാണ്. വിശ്വം വിഷ്ണു വഷൽക്കാരാന്ന് തുടങ്ങാം. ഏത് പേരായാലും വിരോധമില്ല. എന്നാലും ഔപചാരികമായിട്ട് ഇപ്പോ താൻ ഒരു പേരിടാൻ ഭാവിക്കുകയാണ്. എന്ത് പേരിട്ടാലാണ് ഇദ്ദേഹത്തിന് സന്തോഷമാവുക? ഇതെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗർഗമഹർഷി. ഭഗവാൻ അപ്പോൾ ഒരു സൂചന കൊടുത്തു. മഹർഷിയുടെ ആ നീണ്ട താടി ഇങ്ങോട്ട് പിടിച്ച് ഒരു വലിയ വലിച്ചു. മഹർഷിക്ക് മനസ്സിലായി അതിൻ്റെ അർത്ഥം എന്താന്ന്. പിടിച്ചു വലിക്കണ ആളെന്ന് പേരിടണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആകർഷിക്കുന്നവൻ എന്നർത്ഥം. ഏത് പേരിനാണ് ഈ അർത്ഥമുള്ളത്? അപ്പോ ഗർഗമഹർഷിക്ക് ഓർമ്മ വന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കരുഷിക്കുന്നവൻ, ആകർഷിക്കുന്നവൻ എന്നർത്ഥം. എന്തിനേക്കാണ് ഇദ്ദേഹം ആകർഷിക്കുക? ഇപ്പൊ തൻ്റെ താടി ആകർഷിച്ചു പോരാ, ഇദ്ദേഹത്തിനെ ആര് കാണുന്നു അവന്റെ കണ്ണിനെ ആകർഷിക്കും. ഇദ്ദേഹത്തിന്റെ കഥ ആര് കേൾക്കണു അവന്റെ ചെവിയെ ആകർഷിക്കും. ഇദ്ദേഹത്തിനെ ആര് ആരാധിക്കണോ അവന്റെ പാപങ്ങളെ മുഴുവനും ആകർഷിക്കും, പിടിച്ചു വലിക്കും. അവസാനം ഈ ലോകത്തിനെ ഒട്ടാകെ തന്നെ തങ്കലേക്ക് ആകർഷിക്കും. ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും കൃഷ്ണൻ എന്ന പേര് തന്നെയാണ് ഉചിതം. സകല നിഗമവല്ലീ സൽഫലം കൃഷ്ണനാമ. എല്ലാ വേദമന്ത്രത്തിന്റെയും താല്പര്യം കൃഷ്ണൻ എന്നാണ്. അതും ഗർഗമഹർഷിക്കറിയാം. ചെവിയിൽ 3 പ്രാവശ്യം വിളിച്ചു, കൃഷ്ണ കൃഷ്ണ എന്ന്. എന്നിട്ട് ഗർഗമഹർഷി പറഞ്ഞു, ഞാനിപ്പോ ഔപചാരികമായിട്ട് കൃഷ്ണൻ എന്ന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രാഗയം വസുദേവസ്യ കുചി ജാത, വസുദേവന്റെ മകനായി ജനിക്കുക എന്ന ഒരു യോഗം കാണാനുണ്ട്. അതുകൊണ്ട് വാസുദേവൻ എന്ന പേരിന് നല്ല പ്രശസ്തി ഉണ്ടാവും. നന്ദഗോപുരത്തി കേട്ടപ്പോൾ എന്താ ധരിച്ചതെന്നോ, വസുദേവൻ 5-6 ഉണ്ണികൾ ഉണ്ടായിട്ടുണ്ടതിനു മുമ്പേ കംസൻ അടിച്ചു കൊന്നിട്ടുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്ന് ഈ ഉണ്ണിയുടെ പൂർവ്വജന്മാവും എന്നേ നന്ദഗോപുരി വിചാരിക്കേണ്ടായുള്ളൂ. ഗർഗമഹർഷി അവിടുന്ന് യാത്രയായി. യശോദയ്ക്കപ്പോൾ വലിയൊരു ആഗ്രഹം. അന്നത്തെ ഏറ്റവും വലിയ ജ്യോത്സ്യന്മാരിൽ ഒരാളാണ് ഗർഗമഹർഷി. ഈ ഉണ്ണികളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം എന്ന്. എപ്പോഴാണ് ജനിച്ചതെന്ന് ചോദിച്ചു. സമയമൊക്കെ പറഞ്ഞു. ഗർഗമഹർഷി പറഞ്ഞു, 2 പേരും 2 സമയത്താണ് ജനിച്ചത് എന്ന് വെച്ചാലും ഫലം കൊണ്ട് നോക്കുമ്പോൾ ഏറെയൊന്നും വ്യത്യാസം കാണാനില്ല. പ്രത്യേകിച്ച് നന്ദഗോപരെ, അങ്ങയുടെ ഈ മകനെ സ്നേഹിച്ചാൽ മതി. സ്നേഹ്യതീയസ്തവ പുത്രയെ, അങ്ങയുടെ ഈ മകനെ സ്നേഹിച്ചാൽ ആ ആൾക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല. അങ്ങയുടെ മകനെ ആര് സ്നേഹിക്കണോ അവന് മോക്ഷം വരെ കിട്ടാൻ അർഹതയുണ്ടാവും. അങ്ങയുടെ മകൻ അസുരസ്വഭാവമുള്ള ആളുകളെയൊക്കെ ജയിക്കും, സ്വന്തം കീർത്തി വലുതാക്കും. അങ്ങയുടെ മകനെ ആര് സ്നേഹിക്കണോ അവരുടെ കീർത്തിയും കൂടി വലുതാക്കും. ഇനി കുട്ടിക്കാലത്ത് എന്തെങ്കിലും വികൃതി കാണിച്ചു എന്ന് വെച്ച് ഒരിക്കലും ശിക്ഷിക്കണം എന്ന് വിചാരിക്കുക പോലും ചെയ്യരുത്. കാരണം അങ്ങയുടെ മകനെ ദ്രോഹിക്കാൻ പുറപ്പെട്ടാൽ ആൾക്ക് ഗതി ഉണ്ടാവില്ല. ഏതുവരെ പറഞ്ഞു ഗർഗമഹർഷി?
നാരായണ സമോ ഗുണൈഹി, മഹാവിഷ്ണുവിന്റെ ഗുണങ്ങളും കൃഷ്ണന്റെ ഗുണങ്ങളും ഒരുപോലെ എന്ന് വരെ നമ്മൾ പറഞ്ഞു. എന്നാ മഹാവിഷ്ണു ആണെന്ന് പറഞ്ഞോ? അത്ര പറഞ്ഞില്ല എന്ന് മാത്രം. ഇതും പറഞ്ഞു. ഗർഗമഹർഷി അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. യശോദ ഇതെല്ലാം കേട്ടോണ്ടിരുന്നു. എന്ത് കഥയാ, തൻ്റെ മകൻ മഹാവിഷ്ണുവിനെ പോലെയാണെന്നാണല്ലോ ഇപ്പോൾ ഗർഗമഹർഷി പറഞ്ഞത്. കാര്യം സ്വകാര്യം തന്നെ, എത്ര സ്വകാര്യമായാലും ഇത് അവളോട് പറയാണ്ട് വയ്യ എന്ന് തോന്നി യശോദയ്ക്ക്. ഒരു വലിയ കൂട്ടുകാരിയുണ്ട്, ആ കൂട്ടുകാരിയുടെ അടുക്കിലേക്ക് നേരം വെളുപ്പാൻ കാലം ഇത്രയേ ഉള്ളൂ. പതുക്കെ ആ വാതുക്കെ മുട്ടി. കൂട്ടുകാരി കഥക് തുറന്നു. യശോദ ചോദിച്ചു, അതെ ഒരു സ്വകാര്യം കേൾക്കണോ? ഗർഗമഹർഷി വന്നു എന്നും രാമൻ കൃഷ്ണൻ രണ്ടുപേർക്കും പേരിട്ടു എന്നും പിന്നെ ആരോടും പറയരുത് കേട്ടോ, പരമ സ്വകാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കൂട്ടുകാരി പറഞ്ഞോ, ഞാൻ ആരോട് പറയാനാ, ആരോടും പറയാം. പക്ഷെ അവൾക്ക് വേറൊരു കൂട്ടുകാരിയുണ്ട്. അവൾ അപ്പോൾ ഓടിച്ചെന്നു അയൽവക്കത്തേക്ക്. അതെ ഒരു സ്വകാര്യം കേൾക്കണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. അവളും പറഞ്ഞു കൂട്ടുകാരിയോട്, രാമൻ കൃഷ്ണൻ രണ്ടുപേർക്കും പേരിട്ടു, ഗർഗമഹർഷിയാണ് പേരിട്ടത്, പിന്നെ സ്വകാര്യമാണ് കേട്ടോ, ആരോടും പറയരുത്. ഇവൾക്ക് വേറൊരു കൂട്ടുകാരിയുണ്ട്. വെളുപ്പാൻ കാലത്ത് നടന്ന ഈ സ്വകാര്യം നേരം വിളിച്ചായപ്പോഴേക്കും ഗോകുലത്തിൽ എല്ലാവരും മനസ്സിലാക്കി. എല്ലാവരും ഇത് പരസ്പരം പറയുന്നുണ്ട്. പറയണവരൊക്കെ ഇതും സൂചിപ്പിക്കുന്നുണ്ട്, സ്വകാര്യാട്ടോ സ്വകാര്യാട്ടോ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവർക്കും പരമ സന്തോഷമായി കേട്ടോ. അല്ലെങ്കിലും ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനോട് അമിതമായ വാത്സല്യം ഉണ്ടായിരുന്നു. അവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ വേഗം ഒതുക്കി വരും, എന്നിട്ട് കൃഷ്ണനെ ലാളിക്കണം, അതാണ് അവർക്ക് ആഗ്രഹം. ഒരുത്തി മടിയിലിരുത്തും, അപ്പോഴേക്കും മറ്റൊരുത്തിക്ക് ധൃതിയാവും. നീ എത്ര നേരം ഇതിന് മടിയിലിരുത്തണോ, നീ എൻ്റെ മടിയിലിരിക്കണ്ടേ അവൻ എന്നാ. പിന്നെ അവളുടെ മടിയിലേക്ക് പോകും. അവള് 5 മിനിറ്റ് മടിയിലിരുത്തുമ്പോഴേക്കും വേറൊരുത്തിക്ക് ധൃതിയാവും. ഇങ്ങനെ ഗോപസ്ത്രീകളുടെ മടിത്തട്ടുകളിൽ കൂടെ കൃഷ്ണൻ വളർന്നു വന്നു. ആ വളർച്ചയുടെ ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലോ. ഒരു 3-4 മാസം കഴിഞ്ഞാൽ കമഴുക, പിന്നെ നീന്തി സഞ്ചരിക്കുക, അതും കഴിഞ്ഞാൽ പിന്നെ മുട്ടുകുത്തി സഞ്ചരിക്കുക, ഇങ്ങനെയുണ്ട് ഒരവസ്ഥ. പിന്നത്തെ ഘട്ടമാണ് ഇരുന്നിങ്ങനെ നിരങ്ങി ഇങ്ങനെ സഞ്ചരിക്കുക എന്നത്. ആ ഇരുന്ന് നിരങ്ങി സഞ്ചരിക്കണ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും രസം എപ്പോഴാണോ ഒന്നങ്ങനെ നിൽക്കാൻ സാധിക്കാന്ന് വെച്ചാൽ അത് ബഹുരസം തന്നെയാണ്. ഒരു ദിവസം ആരും അറിയാതെ കൃഷ്ണൻ നിരങ്ങി എവിടെ എത്തി? മിറ്റത്ത് ഒരു പശുക്കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. നിരങ്ങി ആ പശുക്കുട്ടിയുടെ അടുത്തങ്ങോട്ട് എത്തി. പശുക്കുട്ടിയുടെ വാലുമ കയറി ഇങ്ങോട്ട് പിടിച്ചു. അതോടുകൂടി ആ പശുക്കുട്ടി പെടഞ്ഞങ്ങോട്ട് ഇനിയിട്ടു. അങ്ങനെ ആദ്യമായിട്ട് പശുക്കുട്ടിയുടെ വാലും പിടിച്ചുകൊണ്ട് കൃഷ്ണൻ ഇനിയിട്ടിങ്ങനെ നിന്നുകൊണ്ട് 4 പുറം ഇങ്ങനെ നോക്കി. എന്ത് രസം! കുട്ടികളൊക്കെ അങ്ങനെയാ, നിന്നോണ്ടിങ്ങനെ 4 പുറം നോക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ ഒരു 5-8 ദിവസം അങ്ങനെ പശുക്കുട്ടിയുടെ വാലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാറായി. പിന്നെ ഒരു ദിവസം ഈ വാലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ഈ പശുക്കുട്ടി സാവധാനത്തിൽ അങ്ങനെ നടന്നു. അങ്ങനെ ആദ്യമായിട്ട് പിച്ച വെച്ച് നടന്നു കൃഷ്ണൻ പശുക്കുട്ടിയുടെ വാലും പിടിച്ചുകൊണ്ട്. പിന്നെ രാമനും കൃഷ്ണനും അവിടെ ഓടി നടക്കാറായി. രണ്ടുപേരും ഓടി നടന്ന കാലത്ത് യശോദയ്ക്കും രോഹിണിക്കും ഒരുപോലെ എവിടെയാ കൃഷ്ണൻ, എവിടെയാ രാമൻ, ഇത് തന്നെയായിരുന്നു വിചാരം. ഒരു ദിവസം യശോദ നോക്കിയപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യണമെന്നോ, തള്ളപ്പശുവിൻ്റെ അകട്ടില് പശുക്കുട്ടി ഇങ്ങനെ മുട്ടി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണൻ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ആ പശുക്കുട്ടിയുടെ ചെവിമേ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പശുക്കുട്ടി അങ്ങോട്ട് മാറ്റി നിർത്തി. താൻ തന്നെ സ്വയം പശുക്കുട്ടിയായിട്ട് അങ്ങ് നിന്നു. എന്നിട്ട് അകട്ടിൽ അങ്ങോട്ട് മുട്ടി കുടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ പശുക്കുട്ടി ഇടിക്കാൻ വേണ്ടിയിട്ട് തലയും പൊക്കി കുലുക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഒരു കയ്യെ പശുക്കുട്ടിയുടെ നെറ്റിയുമ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. 3 കാലുമ്മൽ നിന്നുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ മുല കുടിക്കണു. പശുവാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ചുരത്തുകയും ചെയ്യുന്നുണ്ട്. യശോദയ്ക്ക് ലേശം പേടിയുണ്ട്, പശു കുത്തിയെങ്കിലോ ചവിട്ടിയെങ്കിലോ എന്നൊക്കെ. അകലെ നിന്നുകൊണ്ട് വിളിച്ചു, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു. അപ്പൊ എങ്ങനെയാ വിളിയേക്കുക? വായയിൽ പാല്, വിളിയേക്കാൻ നിർത്തിയില്ല, കയ്യിനും ഒഴിവില്ല. അമ്മ എങ്ങനെ വിളിക്കുമ്പോൾ കേട്ടു എന്നടിക്കണ്ടേ. ഒരു കാല് പതുക്കെ ഒന്നിങ്ങനെ അനക്കി. അമ്മ വിളിക്കുന്നത് ഞാൻ കേട്ടു എന്ന് അതിനൊരു പ്രതികരണം. എന്നാലും യശോദ ഓടി വന്നു, കൃഷ്ണനെ എവിടുന്ന് എടുത്തു. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 പേരെയും കാണാനില്ല. 2 ആളും ഇപ്പൊ എവിടെയാന്നോ, കിണറിന്റെ വക്കത്താ. ഏട്ടൻ കിണറിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാ, അനിയ നോക്ക്, ദേ കിണറിലെ ഒരു മുഖം. അനിയൻ ഒന്നുകൂടി എത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, ദേ മുഖം മാത്രമല്ല കഴുത്തുമുണ്ട്. ഏട്ടൻ കുറച്ചും കൂടി എത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, കഴുത്തല്ല ദേ മാറുമുണ്ട് എന്ന്. ഇനി അനിയൻ വയറും കൂടി കാണിച്ചു കൊടുത്താൽ 2 പേരും കിണറ്റിൽ വീഴും, അത്രയായി.
യശോദ ഓടി ഇങ്ങോട്ട് വന്നു. ഒരൊറ്റ പിടുത്തത്തിനാണ് രണ്ടുപേരെയും ഇങ്ങോട്ട് പിടിച്ചത്. ഇങ്ങനെ എവിടെ അപകടമുണ്ടോ അവിടെ രാമനുണ്ട് കൃഷ്ണനുണ്ട്. അമ്മമാർ രണ്ടുപേരും എല്ലാ സമയത്തും രാമനെയും കൃഷ്ണനെയും സ്മരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വേണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഏത് ജോലി ചെയ്യുമ്പോഴും ഈശ്വരനെ ഓർത്തുകൊണ്ട് വേണം എന്ന്. ഇപ്പോ രോഹിണിയും യശോദയും ഏത് ജോലി ചെയ്യുമ്പോഴും ഈശ്വരനെ ഓർക്കാറുണ്ട്. ഒരു കുടുംബത്തിൽ മാത്രമല്ല കൃഷ്ണന്റെ ലീലകൾ, എല്ലാ കുടുംബത്തിലും ഉണ്ട്. ഓരോ ഗോപികളുടെ വീടുകളിലേക്ക് കൃഷ്ണൻ അങ്ങോട്ട് ചെല്ലും. അവിടെ ചെന്ന ഗോപികൾ ചോദിക്കും, വെണ്ണ വേണോ പാല് വേണോ എന്നൊക്കെ ചോദിക്കും. അവർ വെണ്ണയും പാലും ഒക്കെ കൊടുക്കും. ഒരു ദിവസം ഒരു ഗോപിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ ഗോപി ചോദിച്ചു, അതെ ഒരു പാട്ട് പാടുക, വെണ്ണ തരാം എന്ന് പറഞ്ഞു. ആ ഗോപിക്ക് വേണ്ടി പാട്ട് പാടി കേൾപ്പിച്ചു. ഏത് പാട്ട്? അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ, ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ, ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങനെ. അങ്ങനെ പാട്ട് പാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗോപി ചോദിച്ചു, ആ ഉണ്ണിക്കാൽ കൊണ്ട് നൃത്തം വെച്ച് ആ ഒന്ന് കാട്ടിത്തരുമോ? അങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ട് നൃത്തം വെച്ചു. ഗോപി ഇഷ്ടം പോലെ വെണ്ണ കൊടുത്തു, പാല് കൊടുത്തു. ഇങ്ങനെ ഓരോ വീടുകളിലും ചെന്നു. ചിലപ്പോ അവർ പറയും, അതെ വെണ്ണയും പാലും ഒക്കെ വേണമെങ്കിലേ ആ മച്ചിൻ്റെ ഉള്ളിൽ ചെന്നോളൂ കേട്ടോ, ഏതാ വേണ്ടേന്ന് ചടുത്തോളൂ. ഇപ്പൊ മനസ്സിലായി ഏത് വീട്ടിൽ എവിടെയാണ് വെണ്ണ സൂക്ഷിക്കണത്, എവിടെയാണ് പാല് സൂക്ഷിക്കണത് എന്നൊക്കെ. പിന്നെ എന്തായി, അനുവാദം ഇല്ലാതെ കൊണ്ടും അങ്ങോട്ട് കയറി ചെല്ലാം എടുക്കാം എന്നുള്ള മട്ടുപോയി. ഗോപസ്ത്രീകൾ ജീവിക്കണത് തന്നെ വെണ്ണയും പാലും ഒക്കെ വിറ്റിട്ടാണ്. തത്സമയത്ത് മച്ചിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ വെണ്ണയുടെ പാത്രം കാണാനില്ല, പാലിന്റെ പാത്രം കാണാനില്ല. പാലിങ്ങനെ എവിടേക്കോ ഇങ്ങനെ ഒഴിച്ചേക്കണു. എന്താ അത്? അവർ കാത്തു നിൽക്കാൻ തുടങ്ങി. കാത്തു നിന്നു. ചിലരെ കൃഷ്ണനെ കൈയോടുകൂടി പിടിച്ചു. എങ്ങനെ പിടിച്ചാലും ശരി സൂത്രത്തിൽ കൊതറി ഓടും. നല്ല വീരപരാക്രമം. കൃഷ്ണന്റെ ഈ പരാക്രമത്തിനെ പറ്റി ഗോപസ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. നാരായണ 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 നാരായണ